ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ശാസ്ത്ര. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോസ്ഫെറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, അതാണ് മോസ്ഫെറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോമ്പണൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഡയോഡ് പഠിച്ചു, ട്രാൻസിസ്റ്റേഴ്സ് പഠിച്ചു. ട്രാൻസിസ്റ്റേഴ്സിൽ നമ്മൾ ഏതാ പഠിച്ചത്? ബൈപ്പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT വളരെ ബ്രീഫായിട്ട് പഠിച്ചു. BJT പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററാണ് FET. അല്ല, FET എന്താണ്? ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററാണ് നമ്മൾ FET എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ FETs ആണ് എന്ന് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. ഒന്ന് N ചാനൽ ആൻഡ് P ചാനൽ മോസ്ഫെറ്റ്, അതാണ് സിലബസിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു മോസ്ഫെറ്റ് അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ? നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. സോ ആദ്യം നമുക്ക് പറയാനുള്ളത് എന്താണ് ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ബൈപ്പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ പറഞ്ഞ പോലെ തന്നെയാണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ഈസ് ആൻ അനദർ സെമി കണ്ടക്ടർ ഡിവൈസ് ലൈക്ക് BJT വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ആംപ്ലിഫയർ ഓർ സ്വിച്ച്. നമ്മൾ നോർമലി എന്തിനാണ് FET യൂസ് ചെയ്യുന്നത്? FET അല്ലെങ്കിൽ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം, സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് BJT, FET ഈസ് ഓൾസോ എ 3 terminal ഡിവൈസ്. ഹൗവർ ദ പ്രിൻസിപ്പിൾ ഓഫ് FET ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് BJT. ഇപ്പോൾ നമ്മൾ ബൈപ്പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT നമുക്കൊരു 3 terminal ഡിവൈസാന്ന് പറയാം. അതിലെന്തൊക്കെ ഉണ്ടായിരുന്നത്? ബേസും എമിറ്ററും കളക്ടറും. ഈ ബേസും എമിറ്ററും കളക്ടറും പകരം നമ്മൾ FETയിൽ യൂസ് ചെയ്യുന്നത് ഒന്ന് ഡ്രെയിനാണ്, ഒന്ന് സോഴ്സാണ്, ഒന്ന് ഗേറ്റാണ്. അപ്പോൾ ഡ്രെയിൻ, ഗേറ്റ്, സോഴ്സ്, അങ്ങനെ 3 ടെർമിനൽസാണ് ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന് ഉണ്ടാവുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, BJT അല്ലെങ്കിൽ ബൈപ്പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ നമുക്ക് 3 ടെർമിനൽസാണ് ഉണ്ടാവുക, അല്ലേ? ഒന്ന് ബേസ്, ഒന്ന് കളക്ടർ, ഒന്ന് എമിറ്റർ, അല്ലേ? ഈ ബേസിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗേറ്റാണ്. ഓക്കെ, കളക്ടറിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡ്രെയിനാണ്. അതുപോലെ തന്നെ എമിറ്ററിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സോഴ്സാണ്. അപ്പോൾ ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ്, ഇങ്ങനെയാണ് നമുക്ക് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൽ വരുന്ന 3 കോമ്പണൻസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനിതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മൾ വീട്ടിലെ മോട്ടോർ മെക്കാനിസം, പൈപ്പിംഗ് മെക്കാനിസം എങ്ങനെയാണോ അതുപോലെയാണ് ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഈ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന് നമുക്ക് നോർമലി 3 ടെർമിനൽസാണ് വരുന്നത്, അല്ലേ? 3 ടെർമിനൽസ്. ഏതൊക്കെയാണ് 3 ടെർമിനൽ? ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു ടെർമിനൽ നമുക്ക് ഗേറ്റ് എന്ന് പറയാം, ഒരു ടെർമിനൽ നമുക്ക് സോഴ്സ് എന്ന് പറയാം, ഒരു ടെർമിനൽ നമുക്ക് ഡ്രെയിൻ എന്ന് പറയാം, അല്ലേ? യെസ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നോർമലി ഇതിങ്ങനെയാണ് നോർമലി വരിക. സെമി കണ്ടക്ടേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ദ സ്ട്രക്ചർ ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു ടെർമിനലിനെ നമുക്ക് ഗേറ്റ് എന്ന് പറയാം. ഇത് സോഴ്സും ഇത് ഡ്രെയിനും ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മേ ബി ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇതൊരു N ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ അനോളജി എങ്ങനെയാണ്? വാട്ടർ അനോളജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാങ്ക് ഉണ്ട്, അല്ലേ? ആ ടാങ്കിലേക്ക് നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്യും, അല്ലേ? ആ ടാങ്കിൽ നിന്ന് നമ്മൾ നമ്മുടെ പൈപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടാങ്കിൽ നിന്ന് വാട്ടർ നമ്മൾ ഒരു ബക്കറ്റാണ് താഴെ വെച്ചിരിക്കുന്നതെങ്കിൽ ആ ബക്കറ്റിലേക്ക് വെള്ളം ഫോഴ്സിൽ വരും. ആ ഫോഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഗേറ്റാണ്, അല്ലേ? ഇപ്പോൾ ഗേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വാട്ടറിൻ്റെ ഫ്ലോനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഹയസ്റ്റ് ഫ്ലോയിൽ വേണോ ലോവസ്റ്റ് ഫ്ലോയിൽ വേണോ എന്ന് വാട്ടർ ഫ്ലോ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ടാപ്പാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന് ഗേറ്റിന് പകരം ഈ വാട്ടർ ഫ്ലോനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൈപ്പ് ആണ് നമ്മൾ എടുക്കുന്നത്, ടാപ്പാണ് എടുക്കുന്നത് ഗേറ്റിന് പകരം. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കാണ്. ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ
ഒരു ബക്കറ്റാണ്. ഇങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്യാം. അപ്പോൾ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഒരു വാട്ടർ ഫ്ലോ വരുന്നുണ്ട്. ആ വാട്ടർ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഗേറ്റാണ്. വാട്ടർ ഫ്ലോൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഗേറ്റാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ പ്രിൻസിപ്പിൾ പറയാം. എങ്ങനെയാണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് വോൾട്ടേജ് അനുസരിച്ച് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് അല്ലെങ്കിൽ ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ വെരി സിമ്പിൾ. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, നമ്മളിവിടെ ഗേറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് വോൾട്ടേജിനനുസരിച്ച് ദർ ഈസ് എ കറണ്ട് ഫ്ലോ ഇൻ ഡ്രെയിൻ ടു സോഴ്സ്. ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗേറ്റ് കറണ്ട് കൂട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഗേറ്റ് കറണ്ടിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു കറണ്ട് ഫ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെയിം മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ അനോളജി പോലെ തന്നെയാണ് ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ബേസിക് ഡിഫറൻസ്? ഒരു ബൈപ്പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ബേസും എമിറ്ററും കളക്ടറും ആയിരുന്നു. ഇതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഗേറ്റും ഡ്രെയിനും സോഴ്സുമാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൽ, അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് ജെഫെറ്റ്, ഒന്നാണ് മോസ്ഫെറ്റ്. എന്താണ് ജെഫെറ്റിൻ്റെ ഫുൾ ഫോം? ജെഫെറ്റ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിനെയാണ് ജെഫെറ്റ് എന്ന് പറയാം. മോസ്ഫെറ്റോ? മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇതാണ് നമ്മൾ പറയുന്ന മോസ്ഫെറ്റ്. അപ്പോൾ മോസ്ഫെറ്റ് നമുക്ക് വീണ്ടും രണ്ടായിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ്, ഒന്നാണ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. ഓക്കെ, നമുക്ക് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നും ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററും ഒരു ബൈപ്പോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. യെസ്. അതുപോലെ തന്നെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷനും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി നേരിട്ട് മോസ്ഫെറ്റിലേക്ക് കിടക്കാം, മോസ്ഫെറ്റിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് കിടക്കാം. അപ്പോൾ മോസ്ഫെറ്റ് അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയാം? മോസ്ഫെറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ദ മോസ്ഫെറ്റ് കമ്പയർ ടു BJT can be made very small and hence can be used to design high density VLSI circuit. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബൈപ്പോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനേക്കാളും വളരെ സ്മോൾ ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്ഫെറ്റ്. അപ്പോൾ വളരെ ടൈനി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? മോസ്ഫെറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. മോസ്ഫെറ്റ്സ് ആർ ഓൾസോ കോൾഡ് IGFET. IGFET നമ്മൾ മോസ്ഫെറ്റ്സിനെ പറയാറുണ്ട്. എന്താണ് IGFET? ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. യെസ്. അപ്പോൾ എന്താണ് മോസ്ഫെറ്റിൻ്റെ ഒരു ജനറൽ ഇൻട്രോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന മോസ്ഫെറ്റ്. നിങ്ങൾക്ക് ലാബിലൊക്കെ ഈ മോസ്ഫെറ്റ് എന്നുള്ള കോമ്പണൻറ്റ് കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, മോസ്ഫെറ്റിന് 3 ലെഡുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് ഗേറ്റ്, ഒന്ന് ഡ്രെയിന്, ഒന്ന് സോഴ്സ്. ഓക്കെ, അപ്പോൾ 3 ടെർമിനൽ, ഒന്ന് ഗേറ്റാണ്, ഒന്ന് ഡ്രെയിനാണ്, ഒന്ന് എന്താണ്? സോഴ്സാണ്. അപ്പോൾ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് കറണ്ടിനനുസരിച്ച് ദർ ഈസ് എ കറണ്ട് ഫ്ലോ ഫ്രം ഡ്രെയിൻ ടു സോഴ്സ്. ഇപ്പോൾ ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കുള്ള കറണ്ട് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് മോസ്ഫെറ്റ് സർക്യൂട്ട്സിൻ്റെ ആപ്ലിക്കേഷൻസ്? മോസ്ഫെറ്റ് സർക്യൂട്ട്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, മോസ്ഫെറ്റ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സർക്യൂട്ട്സിൽ നോർമലി യൂസ് ചെയ്യും. ഡിജിറ്റൽ സർക്യൂട്ട്സ്. ഓക്കെ, അതായത് എല്ലാ ഡിജിറ്റൽ സർക്യൂട്ട്സിലും നമുക്ക് മോസ്ഫെറ്റ്സ് യൂസ് ചെയ്യാം. ഇൻവേർട്ടേഴ്സിൽ യൂസ് ചെയ്യാം. എന്താണ് ഇൻവേർട്ടേഴ്സ്? നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇൻവേർട്ടേഴ്സിൽ നമുക്ക് മോസ്ഫെറ്റ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാം. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൈ ഫ്രീക്വൻസി വരുന്ന ഇലക്ട്രോണിക് കോമ്പണൻസ്, ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? മോസ്ഫെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ DC മോട്ടോഴ്സിനെ ഡ്രൈവ് ചെയ്യാൻ, DC മോട്ടോഴ്സിൻ്റെ ഡ്രൈവ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? മോസ്ഫെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇലക്ട്രോണിക് DC റിലേ സർക്യൂട്ട്സിലും നമ്മൾ മോസ്ഫെറ്റ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചിങ് പവർ സപ്ലൈസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്? മൊബൈൽ ഫോണ് പോലത്തെ ഇലക്ട്രോണിക് കോമ്പണൻസ് ആണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? മോസ്ഫെറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് സ്വിച്ചിങ് ആപ്ലിക്കേഷൻസിലാണ് മോസ്ഫെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് മോസ്ഫെറ്റ് എന്നും മോസ്ഫെറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കോമ്പണൻ്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും അതിൻ്റെ ടെർമിനൽസ് ഏതൊക്കെയാണെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് മോസ്ഫെറ്റ്സ് വീണ്ടും നമുക്ക് രണ്ടായിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നാണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ്,
ഒന്നാണ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയ മക്കൾ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് എന്താണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പഠിക്കുക, അതേ ചോദിക്കുകയുള്ളൂ കേട്ടോ. യെസ്, ഞാനിത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങളിപ്പോൾ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കണേ. യെസ്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മോസ്ഫെറ്റിൻ്റെ പേരാണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. വാട്ട് ഈസ് ആക്ച്വലി എ ഡിപ്ലീഷൻ മോസ്ഫെറ്റ്? അപ്പോൾ നോർമലി നിങ്ങൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ സിമ്പൽ ഷുവറായിട്ടും അറിഞ്ഞിരിക്കണം. ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ സിമ്പൽ എങ്ങനെയാണ്? ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ സിമ്പൽ നമുക്ക് പറയാൻ പറ്റുക. യെസ്, ഡിപ്ലീഷൻ മോസ്ഫെറ്റിനെ നമുക്ക് രണ്ട് രീതിയിലുള്ള ഡിപ്ലീഷൻ മോസ്ഫെറ്റ്സ് അവൈലബിൾ ആണ്. ഒരു ഡിപ്ലീഷൻ മോസ്ഫെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒന്നാണ് എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. അടുത്തതാണ് പി ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഡിപ്ലീഷൻ മോസ്ഫെറ്റ്സ് അവൈലബിൾ ആണ്. ഒന്ന് എൻ ചാനലും ഒന്ന് പി ചാനലും. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ സിമ്പൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ സിമ്പൽ എങ്ങനെ വരയ്ക്കും എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു അല്ലേ. പിന്നെ എങ്ങനെയാണ് നമുക്കിതിൻ്റെ സിമ്പൽ വരയ്ക്കാൻ പറ്റുക? ഈ സിമ്പൽ ഞാനിതാ ഇതുപോലെ വരയ്ക്കുകയാണ്. യെസ്, ഇതുപോലെ വരയ്ക്കുകയാണ്. യെസ്, ദിസ് ഇസ് ടേംഡ് ആസ് ഗേറ്റ്. ഓക്കെ, ദിസ് ഇസ് ടേംഡ് ആസ് ഗേറ്റ്. പിന്നെ നമുക്ക് വരുന്നത് എന്താ? യെസ്, നോക്കൂ, ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. യെസ്, അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഗേറ്റ് എന്ന് പറയാം. ഈ മേലുള്ള ടെർമിനലിനെ ഡ്രെയിൻ എന്ന് പറയാം. ഇതിന് നമുക്ക് എന്ത് പറയാം? സോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എൻ ചാനൽ മോസ്ഫെറ്റിൻ്റെ സിമ്പിൾ വരയ്ക്കുക. ഇതിനെ നമ്മൾ SS എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഗേറ്റ് തന്നെയാണ്. ഓക്കെ, ഗേറ്റിൻ്റെ സെയിം ടെർമിനലിനെയാണ് ശരിക്കും അത് വരിക. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ വരയ്ക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ ഞാൻ പി ചാനൽ മോസ്ഫെറ്റ് വരയ്ക്കുകയാണ്. പി ചാനൽ മോസ്ഫെറ്റ് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ സിമ്പിൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ദിസ് ഇസ് ആക്ച്വലി ഗേറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് എന്താ? ഡ്രെയിന് വരും. This is drain, this is source, and there is a substrate here. അപ്പോൾ നിങ്ങൾ നോക്കൂ, നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്നതിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ആരോ ഹെഡ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് പി ചാനൽ എന്ന് പറയാം, ഒന്നിനെ നമുക്ക് എൻ ചാനൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എൻ ചാനലും പി ചാനലും? ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ വരച്ചു തന്നില്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു സ്ട്രക്ചർ വന്നത്? യെസ്, അപ്പോൾ ഞാനൊരു മോസ്ഫെറ്റ് വരയ്ക്കുകയാണ്. ഇത് ഡ്രെയിന്, ഇത് സോഴ്സ് അല്ലേ, ഇത് നമ്മുടെ ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഗേറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എൻ, ഇവിടെ പി. ഇതാണ് ഒരു ടൈപ്പ് മോസ്ഫെറ്റ്. അടുത്ത ടൈപ്പ് മോസ്ഫെറ്റ് എന്താ? This is drain, this is source, and this is gate, right? ഇത് P, ഇത് N. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടോ? യെസ്, അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് മോസ്ഫെറ്റും. ഓക്കെ, രണ്ട് ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? യെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എൻ ചാനൽ മോസ്ഫെറ്റ് കേട്ടോ. ഇതാണ് ശരിക്കും പി ചാനൽ മോസ്ഫെറ്റ്. രണ്ടിൻ്റെ സ്ട്രക്ചർ മനസ്സിലായില്ല എല്ലാവർക്കും? സ്ട്രക്ചർ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഇത് സിമ്പൽ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സിമ്പൽ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് അല്ലേ. ഇതിൻ്റെ കൺവെൻഷണൽ സിമ്പിളും സിംപ്ലിഫൈഡ് സിമ്പിളും നിങ്ങളിവിടെ നോക്കുക കേട്ടോ. രണ്ടും ആക്ച്വലി സെയിം ആണ്. യെസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ടൈപ്പ് ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചർ പഠിക്കുക നിങ്ങൾ. ദിസ് ഇസ് ആക്ച്വലി ആൻ എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. എൻ ചാനൽ മോസ്ഫെറ്റ് കണ്ടോ? ദ ഫിഗർ ഷോസ് ദി ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് എൻ ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ്.
Two highly doped N regions are diffused into a lightly doped P-type substrate. There are two highly doped N regions represent source and drain. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു പി സബ്സ്ട്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു എൻ ചാനൽസ് ഉണ്ട് അല്ലേ. യെസ്, ഇതാ നമുക്കിവിടെ എൻ ചാനൽസ് വരുന്നുണ്ട്, അതുപോലെ ഒരു പി സബ്സ്ട്രേറ്റ് ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ഗേറ്റും സബ്സ്ട്രേറ്റും തമ്മിൽ ആക്ച്വലി ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. യെസ്, ഒരു ഗേറ്റ് ടെർമിനൽ വന്നു, സോഴ്സ് വന്നു, ഡ്രെയിൻ വന്നു. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു സിലിക്കൺ SiO2 കോമ്പണൻ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നോർമലി ഒരു എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ദ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ടെർമിനൽസ് ആർ കണക്റ്റഡ് ത്രൂ എ മെറ്റാലിക് കോണ്ടാക്ട് ടു എൻ ഡോപ്ഡ് റീജിയൻസ് ലിങ്ക്ഡ് ബൈ ആൻ എൻ ചാനൽ ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അപ്പോൾ ഈ സ്ട്രക്ചറാണ് നിങ്ങൾ ഒരു എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് പറയുമ്പോൾ വരയ്ക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒന്ന് ഡ്രെയിനും ഒന്ന് സോഴ്സും ഒന്ന് ഗേറ്റും. യെസ്, അപ്പോൾ ദ ഗേറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു എ മെറ്റാലിക് കോണ്ടാക്ട് സർഫസ് ബട്ട് റിമൈൻസ് ഇൻസുലേറ്റഡ് ഫ്രം എൻ ചാനൽ ബൈ എ വെരി തിൻ ലെയർ ഓഫ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കോൾഡ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, ഈ ഡ്രെയിനും ഗേറ്റും തമ്മിൽ. ഇതൊരിക്കലും ഇൻറ്റേർണലി കണക്റ്റഡ് അല്ല. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. യെസ്, പിന്നെ നോക്കൂ, ദസ് ദർ ഈസ് നോ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഓർ ദർ ഈസ് നോ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ഗേറ്റ് ടെർമിനൽ ആൻഡ് ദ ചാനൽ ഓഫ് എ മോസ്ഫെറ്റ് ഇൻക്രീസിങ് ദി ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദി ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്കിത് രണ്ടും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കൂടും. യെസ്, ഇനി നിങ്ങൾ നോക്കൂ, എൻ ചാനൽ മോസ്ഫെറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയാണ് ഇതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സിമ്പലുമാണ് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി എന്താണ് പി ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ പ്രത്യേകത? പി ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൽ നിങ്ങൾ വന്ന് ഡിഫറൻസ് കണ്ടോ? ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന എന്നിന് പകരം നമുക്കിവിടെ വരുന്ന പി ആണ്, കണ്ടോ? യെസ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻ ആയിരുന്നല്ലോ ഇവിടെ. യെസ്, ചാനൽ എൻ ആയിരുന്നു. ഇവിടെ അതിന് പകരം പി ചാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻ ആണ്, നേരെ ഓപ്പോസിറ്റ്. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നതെങ്കിൽ ഇതിനും നമുക്ക് 3 ടെർമിനൽ വരും. ഒന്ന് ഡ്രെയിന്, ഒന്ന് ഗേറ്റ്, ഒന്ന് സോഴ്സ്. ഓക്കെ, so the construction of the p channel depletion MOSFET is exactly opposite to that of n channel depletion type MOSFET. Here the substrate is of n type and the regions and channels are of p type as shown in figure. അല്ലേ, സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്നും ബാക്കി വരുന്നൊക്കെ പി യു ആയിരിക്കും. ഇതാണ് ഒരു പി ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒരു മോസ്ഫെറ്റ് വെച്ച് കഴിഞ്ഞാൽ മോസ്ഫെറ്റിൻ്റെ അപ്ലിക്കേഷൻസ് എഴുതാം. മോസ്ഫെറ്റിൽ ഒരു എൻ ചാനൽ 2 ടൈപ്പ് മോസ്ഫെറ്റ് ഉണ്ടെന്ന് എഴുതുക, ഡിപ്ലീഷൻ മോസ്ഫെറ്റും എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റും. രണ്ടിൻ്റെയും ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ സിമ്പൽ വരയ്ക്കുക, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ഡിപ്ലീഷനിൽ എഴുതാനുള്ളത്. അതുപോലെ എൻ ചാനലിലും സെപ്പറേറ്റ്, പി ചാനലിലും സെപ്പറേറ്റ്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഒരു ടൈപ്പ് മോസ്ഫെറ്റും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് അല്ലേ, എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. ഓക്കെ, എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് നോക്കൂ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ കണ്ടോ? ദിസ് ഇസ് ദി ബേസിക് സിമ്പൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള ഫിഗറും ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് നോക്കിയേ. യെസ്, വെരി സിമ്പിൾ. എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കിയേ. അപ്പോൾ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് നമ്മൾ ഇതിൻ്റെ സിമ്പൽ വരയ്ക്കുമ്പോൾ ഡിപ്ലീഷനും എൻഹാൻസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഇതിൻ്റെ സിമ്പൽ വരയ്ക്കുന്നത് അല്ലേ. ഓക്കെ, ഇതൊരു ഡിപ്ലീഷനായിരുന്നു. ഇത് നോക്കൂ, ഡിപ്ലീഷൻ വരെ ഞാൻ വരയ്ക്കുന്ന ഇവിടെ എന്താണ്, എൻഹാൻസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഡിഫറൻസ് കറക്റ്റായിട്ടൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. സിമ്പിൾ ഡിഫറൻസ് കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഗേറ്റ്, ഇത് ഡ്രെയിന്, ഇത് സോഴ്സ്. ഇത് ഗേറ്റ്, ഇത് ഡ്രെയിന്, ഇത് സോഴ്സ്. അപ്പോൾ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ട ഒരു ഡിഫറൻസ് എന്താണ്? നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ സിമ്പൽ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഇവിടെ മനസ്സിലാവുന്ന കാര്യം, ഇതിൻ്റെ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ കണ്ടോ? ഇത് ആക്ച്വലി എല്ലാം ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. പക്ഷേ ഇവിടെ നോക്കൂ,
ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രാക്ടിക്കലി ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇവിടെ. ഇതാണ് ഇത് രണ്ടിൻ്റെ സിമ്പിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ ഇതുപോലെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റും പി ചാനൽ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റും. നിങ്ങൾ കണ്ടോ, ഈ ആരോ ഹെഡിൽ വരുന്ന ഡിഫറൻസ് മാത്രമേ പ്രത്യക്ഷത്തിലുള്ളൂ. കണ്ടോ, ഇവിടെ ആരോ ഹെഡും ഇവിടുത്തെ ആരോ ഹെഡ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. യെസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ 2 സിമ്പിൾ ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൺവെൻഷണൽ സിമ്പിളും ഒന്ന് സിംപ്ലിഫൈഡ് സിമ്പിളും. ഏത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതാം, ഏതും വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 രീതിയിലുള്ള എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റും എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റും തമ്മിലുള്ള ഡിഫറൻസിൽ നമ്മൾ ഡിപ്ലീഷൻ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ പി ടൈപ്പ് മെറ്റീരിയൽ വരും. കണ്ടോ, എന്താ ദിസ് വൺ. പക്ഷേ ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്ന കേസ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ അങ്ങനെ ഒരു ലെയർ ഇല്ല അല്ലേ. ഇവിടെ ഒരു എൻ റീജിയനും ഇവിടെ ഒരു എൻ റീജിയനും കാണാം. യെസ്. പിന്നെ ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് വരുന്നത്. ടെർമിനൽസ് നോക്കൂ, ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ് അല്ലേ. യെസ്. അപ്പോൾ ചാനൽസ് ഉണ്ടാവില്ല. ഫിസിക്കൽ ചാനൽ പ്രസൻ്റ് അല്ലെങ്കിൽ ഇതിന് നമുക്ക് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് എന്ന് പറയാം. ഫിസിക്കൽ ചാനൽ പ്രസൻ്റ് അല്ലെങ്കിൽ നമുക്കിതിനെ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് എന്ന് പറയാം. അപ്പോൾ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ കേസ് നമുക്ക് തിയറി ഒന്ന് നോക്കാം. ഫിഗർ ഷോസ് ദി ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്. ലൈക്ക് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ്, 2 highly doped N regions are diffused into a lightly doped P substrate. The source and drain are taken out through metallic contacts to N doped regions as shown in figure. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ എക്സ്ട്രാ വരുന്ന ഒരു ചാനലിൽ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഇത് വരച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലേ. ദ ചാനൽ ബിറ്റ്വീൻ 2 N region ഈസ് ആബ്സെൻറ്റ് ഇൻ ദി എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്. അതാണല്ലോ മെയിൻ പോയിന്റ്. ചാനൽ എന്നുള്ളത് എന്തായിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും. Okay, so the silicon dioxide layer is still present to isolate the gate metallic platform from regions between drain and source. ഡ്രെയിനും സോഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളിവിടെ ഒരു മെറ്റാലിക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്, രണ്ട് തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാതിരിക്കാൻ അല്ലേ. യെസ്. ഇറ്റ് ഡിഫേഴ്സ് ദി കൺസ്ട്രക്ഷൻ ഫ്രം ദി ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഇൻ ദാറ്റ് ഹാസ് നോ ഫിസിക്കൽ ചാനൽ. ഒരു ഫിസിക്കൽ ചാനലിൻ്റെ ആബ്സെൻസ് ആണ് ശരിക്കും ഒരു എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ വരുന്നത്. നിങ്ങൾ കണ്ടോ, അപ്പോൾ എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ. അതുപോലെ തന്നെയാണ് പി ചാനൽ. അതായത് പി ചാനലിൽ നോർമലി എന്തൊക്കെ മാറ്റങ്ങൾ വരും. പി ചാനലിൽ നമ്മളിവിടെ റോങ് ആയിട്ട് വരച്ചിരിക്കുന്നത് അല്ലേ. ദിസ് ഇസ് ആക്ച്വലി പി, ദിസ് ഇസ് പി ആൻഡ് ദിസ് ഇസ് എൻ. ഇങ്ങനെയാണ് നമുക്ക് പി ചാനൽ വരിക കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. യെസ്. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഒരു മോസ്ഫെറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് മോസ്ഫെറ്റ് ഉണ്ട്, അതിൽ ഡിപ്ലീഷൻ ടൈപ്പിൽ എന്നിൻ്റെ സിമ്പലും സ്ട്രക്ചറും, അതുപോലെ പീൻ്റെ സിമ്പലും സ്ട്രക്ചറും, അതുപോലെ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ എൻ ടൈപ്പിൻ്റെ സ്ട്രക്ചറും പി ടൈപ്പിൻ്റെ സ്ട്രക്ചറും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സോ വാട്ട് ആർ ദി ബേസിക് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് മോസ്ഫെറ്റ് ഓവർ ജെഫെറ്റ്. മോസ്ഫെറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജെഫെറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോസ്ഫെറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് മോസ്ഫെറ്റ് ഈസ് ഹയർ ദാൻ ജെഫെറ്റ്. അപ്പോൾ എന്താണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്? ഏതൊരു സിസ്റ്റത്തിനും ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഇൻപുട്ട് റെസിസ്റ്റൻസ് പറയുന്നത് മോസ്ഫെറ്റ് എന്തായിരിക്കും, ജെഫെറ്റിനേക്കാളും കൂടുതലായിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ജെഫെറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ഓൺലി ഡിപ്ലീഷൻ മോഡ്. ഹൗവെവർ MOSFET can be operated in enhancement mode as well as depletion mode. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി മോസ്ഫെറ്റിൽ പറഞ്ഞു, ഒരു ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ഉണ്ട്, ഒരു എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് ഉണ്ട്. അപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റും എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റും നമുക്ക് മോസ്ഫെറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ജെഫെറ്റിൻ്റെ കേസിൽ നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ, ഡിപ്ലീഷൻ എന്നുള്ളൊരു മോഡ് മാത്രമേ ജെഫെറ്റിൻ്റെ കേസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മോസ്ഫെറ്റിൽ നമുക്ക് 2 മോഡും ഉണ്ടാക്കാം. ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് വിത്ത് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ്. ഒരേപോലെ പോസിറ്റീവ് വോൾട്ടേജ് ഗേറ്റിൽ കിട്ടിയാലും നെഗറ്റീവ് വോൾട്ടേജ് ഗേറ്റ് കിട്ടിയാലും ഇത് വർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കേസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഡിപ്ലീഷൻ ടൈപ്പും എൻഹാൻസ്മെൻറ്റ് ടൈപ്പും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഈ ഫിഗർ നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. അതിൻ്റെ സിമ്പിൾസ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, കണ്ടോ. യെസ്. പിന്നെ അത് ചാനലിനെ കുറിച്ചാണ് പറയുന്നത്. എക്സിസ്റ്റ് പെർമനൻ്റ്ലി, ഒരു ചാനൽ ഉണ്ടായിരിക്കും ഡിപ്ലീഷനിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചാനൽ നിങ്ങളിവിടെ കണ്ടോ, ഡിപ്ലീഷൻ മോസ്ഫെറ്റിൽ ഇതാ
ദർ ഈസ് എ ചാനൽ ഹിയർ ലൈക്ക് ദിസ് ദർ ഈസ് എ ചാനൽ ഹിയർ. യെസ്. പിന്നെ നോക്കൂ, channel is physically absent. It is induced after application of positive gate voltage above the threshold value of n channel. ഇതൊന്നും പറയണ്ട. ഫിസിക്കൽ ചാനൽ എന്ന് പറയുന്നത് ഒന്നിൽ പ്രസൻ്റ് ആയിരിക്കും, ഒന്നിൽ എന്തായിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും. അടുത്തത് ഇതിൻ്റെ ഓപ്പറേഷൻ. ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ഡിപ്ലീഷൻ മോഡ് ആസ് വെൽ ആസ് എൻഹാൻസ്മെൻറ്റ് മോഡ്. ഡിപ്ലീഷൻ മോഡലും എൻഹാൻസ്മെൻറ്റ് മോഡലും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റും ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ ഓൺലി ഓപ്പറേറ്റ് ഇൻ എൻഹാൻസ്മെൻറ്റ് മോഡ്. പക്ഷേ ഡിപ്ലീഷൻ മോഡിൽ ഡിപ്ലീഷനായിട്ടും എൻഹാൻസ്മെൻ്റ് ആയിട്ടും അതിന് ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഹാൻസ്മെൻറ്റ് ടൈപ്പിലോ അതിനെ എൻഹാൻസ്മെൻറ്റ് ടൈപ്പായിട്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, ഡിപ്ലീഷൻ ആക്കാൻ പറ്റില്ല. അടുത്ത കറൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഡ്രെയിൻ കറൻറ്റ് ഫ്ലോസ് ഓൺ അപ്ലിക്കേഷൻ ഓഫ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് VGS is equal to 0. Physically no current flow on the application of drain to source. So VGS equal to 0. Current flows only when VGS is above the threshold value. ഈ പോയിന്റ് മാത്രം ഓർത്താൽ മതി. നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇത് കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഡ്രെയിൻ കറണ്ടിൻ്റെ കേസ് നമ്മൾ രണ്ടിലും കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മോസ്ഫെറ്റിൽ പറയാനുള്ളത്. മോസ്ഫെറ്റിൻ്റെ ഓപ്പറേഷനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ആവശ്യമുള്ളൂ. മോസ്ഫെറ്റ് എന്നുള്ളത് ശരിക്കും ഫസ്റ്റ് ഇയറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കല്ല, പക്ഷേ നമ്മളെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഈ സ്ലൈഡ് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് മോസ്ഫെറ്റിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുക. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിലബസിൽ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു FET, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് N ചാനൽ ആൻഡ് P ചാനൽ മോസ്ഫെറ്റ്. ഈ മോസ്ഫെറ്റിൽ P ചാനലിൽ ഡിപ്ലീഷനും എൻഹാൻസ്മെൻറ്റും പഠിച്ചു, N ചാനലിലും ഡിപ്ലീഷനും എൻഹാൻസ്മെൻറ്റും പഠിച്ചു. ഇത്രയേ ഉള്ളൂ നമുക്ക് മോസ്ഫെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.